ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ബീഫ് ഫ്രൈയുടെ അതേ ടേസ്റ്റിൽ തന്നെ ചേന എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിനു മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ ഒരു ഫ്രൈ തയ്യാറാക്കിയ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കാണാം. ഇതിനായിട്ട് കുറച്ച് ചേന ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ചേനയുടെ തൊലിയെല്ലാം കളഞ്ഞ് അത് നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചേന ഇങ്ങനെ തൊലി കളയുന്ന സമയത്ത് ചെറിയൊരു ചൊറിച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കയ്യിൽ. അപ്പം ഈ ചേന അരിഞ്ഞെടുത്തതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ, നല്ലതുപോലെ വെട്ടിത്തിളച്ച വെള്ളമല്ല, ഇളം ചൂടുവെള്ളത്തിൽ ഈ ചേന ഇങ്ങനെ ഏത് ഷേപ്പിലാണോ നിങ്ങൾ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് അരിയുന്നത് ആ ഒരു ഷേപ്പിൽ അരിഞ്ഞു കൊടുത്തതിന് ശേഷം ആ ഒരു ചൂടുവെള്ളത്തിൽ നിങ്ങൾക്ക് ഇട്ട് വെക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ നീളത്തിനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഈ ഇളം ചൂടുവെള്ളത്തിൽ ഞാൻ ആ ചേന ഇട്ട് കൊടുക്കുകയാണ്. അപ്പം കൈയും കൂടെ ഇതുപോലൊന്ന് അതിലൊന്ന് നല്ലതുപോലെ മുക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കയ്യിൽ ചൊറിച്ചിലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ഇതൊരു തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ചേന ഞാൻ ഇട്ട് കൊടുത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് സ്റ്റൗവിനകത്തോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇടികല്ലിനകത്ത് കുറച്ച് കുരുമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. ജാറിനകത്ത് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നതിനായിട്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ചേന ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കി എണ്ണയിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കൊച്ചുള്ളി എന്നിവ ചേർത്ത് കൊടുത്ത് അതിൻ്റെ നിറം ഒന്ന് മാറി വരുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും കൂടെ തട്ടിക്കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു 2 സെക്കൻഡ് സമയത്തേക്കെങ്കിലും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് വരാനായിട്ട് ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണേ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതിനായിട്ട് സാധ്യത കൂടുതലാണ്. ഇപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഫ്രൈ ഒക്കെ ഇവിടെ അടിപൊളിയായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാകും. അതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.